എന്തോന്ന് മോളെ ഇവിടെ ചായം കുടിച്ചോണ്ടിരിക്കുകയാണ്. അളിയപ്പം വരുന്നുള്ളൂ നാടൻ പഠിപ്പിക്കാൻ. അമ്മാവൻ ഇന്നലെ സീരിയസ് ആയിട്ടാണ് കാര്യം പറഞ്ഞത്. പിന്നെ അല്ലാതെ എന്റെ അമ്മാവ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അലമ്പായിരിക്കും. ചീഞ്ഞ മൊട്ട എന്താ പറയാ, പേര് തന്നെ നാണക്കേടാവും. അതുകൊണ്ട് നല്ല ഏതെങ്കിലും ടീമിനെ ഏൽപ്പിക്കാൻ പറ നാടകം. നല്ല ഏതെങ്കിലും ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തം പൈസ അവർക്ക് കൊടുക്കണ്ടേ? എന്റെ അമ്മാവ പൈസ അവർക്ക് കിട്ടിയാലെന്താ സംഭവം കളർഫുൾ ആവില്ലേ? നമ്മൾ ചെയ്തിട്ട് വെറുതെ അലമ്പാക്കണക്കാട്ടും നല്ലതല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നല്ല രീതിയിൽ ആ നാടകം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് എല്ലാവർക്കും കൂടി വീതിച്ചെടുത്തുകൂടി. ഇപ്പൊ തന്നെ ഒരു 3000 രൂപ നിനക്ക് കിട്ടിയാൽ എന്ത് പുളിക്കുവോ? 3000 രൂപ കിട്ടൂ? ആ ശരിക്കും 3000 രൂപ കിട്ടൂ? ഇത് നിനക്ക് മാത്രമല്ല, അവന്തി മോക്കും 3000 രൂപ ഉണ്ട്, ബാക്കി എല്ലാവർക്കും ഉണ്ട് പൈസ. ഓരോരുത്തർക്കും 3000 രൂപ. ഓ ഇത് അമ്മാവ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പൈസ കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ചു വല്ല ചില്ലറ 500 100 അങ്ങനെയൊക്കെ ഉണ്ടാവും. 500 രൂപയ്ക്ക് എന്റെ പട്ടി പോകും അഭിനയിക്കാൻ. ശരിക്കും പറഞ്ഞാണല്ലേ? ആണെന്ന്. മോളൊരു കാര്യം ചെയ്യും, മോള് പെട്ടെന്ന് പോയിട്ട് അവന്തി മോളെയും ടീന മോളെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവന്തിനൊക്കെ മനസ്സിലാക്കണം എന്തിനാ? ദേ ഇവിടെ നിന്നൊന്നും കേട്ട് കാറ്റടിച്ചാൽ മതി പൈസ. ഇപ്പൊ അവള് സെറ്റ് ആവും. പിന്നെ കല്ലൂന്റെയും ടീനയുടെ ഒക്കെ കാര്യം അതൊക്കെ എനിക്കറിയാം. എന്നാലും സെറ്റാക്കി ഞാൻ പോയി കളരി ഒന്ന് റെഡി ആക്കിട്ട് വരാം. എന്ത് കളരി? നാടക കളരിയേ. നമ്മളെവിടെ സെറ്റ് ആക്കാനാ? നമ്മളെ കാർ ഷെഡില്. അവിടെ ആകുമ്പോ സ്ഥലമുണ്ട്. ആ ശരി. പെട്ടെന്ന് റെഡി ആയിട്ട് അളി ഇപ്പം വരും. അമ്മാവ സെറ്റ് ചെയ്തോ, ഞാൻ നോക്കി. ഓക്കെ. ചായ ചായ വേണം, പൈസ മതി. ഇവളിതുവരെയായിട്ട് എഴുന്നേറ്റില്ലേ? അവളിപ്പോ വാഷ്റൂം പോയിട്ട് ഇപ്പൊ കിടന്നതേ ഉള്ളൂ. അപ്പൊ കള്ളറക്കാണ്. അവന്തി ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കടി. അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് അവിടെ കിടന്ന് പറ, എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതിമേ. അത്യാവശ്യ കാര്യമാ. എടാ നീ അത്യാവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ കിടന്ന് സംസാരിക്കുക. എനിക്ക് ഉറക്കാണ് മുഖ്യം. കൂടെ മാറിയേ. നീ പറഞ്ഞ കേക്കൊന്ന് കേക്കോ? ഇത്തിരി കഷ്ടപാടേ നിന്റെ കാര്യം. അങ്ങോട്ട്. അതെ, നമ്മുടെ അമ്മാവനെ അമ്പലത്തിൽ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അങ്ങാര് പരിപാടി ഒപ്പിച്ചെങ്കിൽ അങ്ങാരോട് ചെയ്യാൻ പറഞ്ഞു. എന്ത് എന്റെ അടുത്ത് പറയണേ? അമ്മാവൻ അങ്ങേരിങ്ങിരുന്ന് കുളിക്കും. എന്നാ ഭഗവാനോട് നീ പറ എന്താ ചെയ്യാൻ. നീ എന്തിനാ എന്റെ അടുത്ത് പറയുന്ന എന്റെ ചാരു? ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കും. ഞാൻ ഇവിടെ എഴുതാണ്ടില്ലേ? അത് കൊള്ളാലോ. നമ്മുടെ കീഴിൽ നിന്നിരുന്നത് പോരാ, മേലെ അങ്ങോട്ട് മാറി നീ ഇവിടെ ഉറക്കപ്പുരാതി വേണ്ട. അവന്തികയുടെ ഉറക്കത്തിൽ തൊട്ട് കളിക്കണ്ട. നിനക്ക് അറിഞ്ഞൂടെ അവന്തികയെ? ആന കുത്താൻ വന്നാ പോലെ ഉറക്കത്തിൽ എണീക്കാത്തത് അവന്തിക. വേണമെങ്കിൽ ബെറ്റ് വെച്ച് നോക്കാം. ഒന്ന് നിർത്തോ, ഞാൻ പറയണ മൊത്തം ഒന്ന് പറയട്ടെ. പറ. അമ്മ അവൻ അമ്പലത്തിൽ ഒരു നാടക പരിപാടി ഏറ്റിട്ടുണ്ട്. അതിനകത്ത് അഭിനയിക്കാൻ ചെന്നാൽ നശിപ്പിക്ക്. അതിനകത്ത് അഭിനയിക്കാൻ ചെന്ന ഓരോരുത്തർക്കും 3000 രൂപ വീതം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാ, ഞാൻ ഏറ്റു. എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്. ഞാൻ അതുകൊണ്ട് ഓക്കെ പറഞ്ഞു. അളിയ എത്ര രൂപ? 3000 രൂപ. ഈ നാടകം എന്നൊക്കെ പറഞ്ഞ എന്റെ ചാരു, എനിക്ക് നിനക്കറിയാലോ എന്റെ അഭിനയ കഴിവിനെ കുറിച്ച്. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഞാനുണ്ടെന്ന് പറഞ്ഞേ കേട്ടോ. നാടകം പറഞ്ഞത് ഇതാണോ നീ പറഞ്ഞത്? അത് നീ വന്നപ്പോഴേ കാര്യം മുഴിപ്പിക്കണമായിരുന്നു. ഇത് അങ്ങനെ എങ്ങനെയൊക്കെ തൊട്ട് പറഞ്ഞ ഇങ്ങനെ ഇരിക്കും. പൈസയുടെ കാര്യം കേട്ടാലല്ലോ. എടി ഒരു കാര്യം പറയുമ്പോ വ്യക്തതയും ദൃഢതയുമായിട്ടും പറയണം. എന്നിട്ട് ആ സംഭവം എനിക്ക് തന്നോ? നീ ഈ പറഞ്ഞ കടുകട്ടി വാക്കുകൾ മൊത്തം പറഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത്. വായിരിക്കണം കേക്കും നീ. ഷാരു, ഞാനും ഉണ്ട്. എന്തിന്? ഞാൻ കേട്ടു നാടകത്തിന്റെ കാര്യം പറയുന്നത്. അയ്യോ, എനിക്ക് ബോംബെയിൽ വെച്ചിട്ടേ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് മലമ്പൂർ ഇത്രയും നേരം ബാത്റൂം അത് കുത്തിയിരുന്നത്. നീ പോടി ഓന്തി. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവിടെ നിങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിപ്പിക്കാൻ വന്നതല്ല. ഒരു കാര്യം അമ്മാവൻ പറഞ്ഞു, ഞാൻ വന്ന് പറഞ്ഞു. എനിക്ക് പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് ഏറ്റു. ആർക്ക് വേണമെങ്കിലും വരാം. എൻട്രി ഫ്രീ. വരുമ്പോ തരും. ആ ഫ്രീ അല്ല, വേണമെങ്കിൽ താഴത്തേക്ക്. എന്റെ പേര് 3 പ്രാവശ്യം എഴുതിക്കോ. എന്തിനാണ്? ഓ ഈമോ 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് 3000 + 3000 + 3000. ആ സ്കീം ഇവിടെ ഇല്ല. എന്നാ ഒരു പ്രാവശ്യം എടി ചാരു, അമ്മാവനോട് ഞാനോട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പറയാം. അഭിനയിക്കാനാ വിളിച്ചത്, അല്ലാതെ തള്ളാനല്ല കേട്ടോ. അല്ലെങ്കിൽ എന്നെ കളിയാക്കാൻ വേണ്ടി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ശുഷ്കാന്തിയാണല്ലോ. അതിനെല്ലാരും മുമ്പ് ഇട്ട് നിൽക്കുകയും ചെയ്യും. തമാശയോടെ ചിരിക്കാതിരിക്കാൻ പറ്റൂ അല്ലേ? അതെ, എന്റെ അഭിനയം എന്താന്ന് എല്ലാവർക്കും ഞാൻ തട്ടി കാണിച്ചത്. നാളെ തട്ടിൽ കാണാം. പോടി ഉല്ലുക്കപ്പട്ടി. എന്നെ തള്ളുവണ്ടി തള്ളുവണ്ടി
കളിക്കും, നീ മൂക്കിനടിച്ചാൽ പൊട്ടിക്ക്. അതിനെ കൊടുക്കുന്നുണ്ട്. കൊടുക്കണം. പിന്നെ നീ വിടരുത്, കല്ലോടെ മണ്ട അടിച്ച് പൊട്ടിക്ക്. ഇന്നലെ ഓർമ്മയില്ലേ കിട്ടിയതൊന്നും പോരെ? അത് ഞാൻ എന്തായാലും നിനക്ക് തിരിച്ചു തരും. അടുത്തതിന്റെ കാര്യം തല്ലുടിക്കാൻ പോണേ. നിന്റെ തൊലമണ്ട അടിച്ചു കൊടുക്കും. എന്റെ അമ്മാവ നല്ലത് നടക്കുവോ? പിന്നല്ലാതെ അളിയൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ്. അതെ, ഈ നാടകവും കാര്യമൊക്കെ നമ്മളെ കൊണ്ട് പറ്റണാണ്. എന്ത് പറ്റാത്ത? അതിനല്ലേ അളിയൻ പറഞ്ഞത്. അളിയൻ വന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു തരുമെന്ന്. ചുമ്മാ അല്ല, എല്ലാവർക്കും പൈസയും കിട്ടും. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാ ഞാൻ സമ്മതിച്ചത്. ഇല്ല അവന്തി, ഈ നാടകം അവർക്ക് ഇഷ്ടപ്പെട്ടാലേ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ നാടകങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടും. പിന്നെ നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ആവും. നിക്ക്, ആദ്യം ഇതൊന്ന് വിജയിക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം. ഓവർ കോൺഫിഡൻസ് പാടില്ല. മോളെ, വിജയിക്കും. അളിയനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. നമ്മളെ കുറിച്ച് അറിയാവുന്നോണ്ടാ. അപ്പൊരു പോയിന്റ് ആണ്. വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് സമയത്തിന് എത്തുമെന്ന്. അളിയ, നാടകമൊക്കെ സെറ്റല്ലേ? എന്താ അത്? അഭിനയം തേങ്ങ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇതാണ് ആക്ടിങ്. ഇതെന്തോന്ന് ഡ്രസ് കളിയത്? സാധാരണ രീതിയിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സിലാണ് പോവാറ്. ഓക്കെ, നാടകമൊക്കെ സെറ്റ് ചെയ്യുന്നല്ല? എല്ലാം സെറ്റാണ്. പിന്നെ അളിയ കിളിയാന്നൊന്നും വിളിക്കരുത്. അതെന്ത്? ഞാൻ നിന്നെ ഒരു കല പഠിപ്പിക്കാൻ വന്ന ആളാണ്. അതുകൊണ്ട് ആ ബഹുമാനം കാണിക്കണം. അപ്പൊ പിന്നെ എല്ലാവരും അല്ല, അപ്പൊ പിന്നെ എല്ലാവരും എന്ത് വിളിക്കണം? ഫാൻസി, പ്രാഞ്ചി, പ്രീഞ്ചി അങ്ങനെയൊന്നും വിളിക്കരുത്. അളിയ പിന്നെ ഞാൻ എന്ത് വിളിക്കണം അപ്പോ? നീ അത് കണ്ട ആശാനെ എന്ന് വിളിച്ചോ. ഞാനൊരു നാടകാചാര്യനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആശാൻ. ശരി അളിയ. അല്ല, ആശാൻ. ശരി ആശാൻ. ശരി ആശാൻ. ആ, അപ്പോൾ ബാക്കി കാര്യത്തിലേക്ക് പോവാം. സംപൂജ്യരായ ഗുരുജനങ്ങൾക്ക് എൻ്റെ നമോ വാക്ക. പവി സൈഡ് നീ മാറി നിന്നാ മതി. ഞാനല്ലേ ആശാൻ. അപ്പോൾ നാടകം ഏറെക്കുറെ സെറ്റാണ്. ആണ്. ഒരു മിനിറ്റ്. എന്ത് ആശാനെ? പൈസ കണ്ട പൈസ ദക്ഷിണ വയ്ക്കണമല്ലോ. അല്ല, ആശാന് കൊടുക്കാനാണ്. അനുഗ്രഹിക്കണം ആശാൻ. നന്നായി വരും. നന്നായി വരും. ഗുരുത്വമുള്ളവനാണ്. ആ പറഞ്ഞ വാക്കാവ് അങ്ങ് പാലിച്ച്. അതാണ് ജയൻ. അപ്പോൾ നാടകം ഏറെക്കുറെ സെറ്റാണ്. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തട്ടിലേക്ക് അങ്ങ് കയറാം, അതങ്ങ് പൊളിക്കാം. അപ്പോ ഞാൻ നിങ്ങൾക്കായി എഴുതിയ നാടകത്തിന്റെ പേരാണ് യോഹന്നാന്റെ മെഴുകുതിരികൾ. അളിയ, അല്ല ആശാനെ, ഞാൻ ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞതല്ലേ ഇത് ക്ഷേത്രത്തിൽ കളിക്കേണ്ടതാണ്. ഈ യോഹന്നാൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അവിടെ കളിക്കേണ്ടതല്ലേ? അങ്ങനെ നീ പറഞ്ഞിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ? കുഴപ്പമില്ല, വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം. ഈ യോഹന്നാന്റെ മെഴുകുതിരി അങ്ങ് മാറ്റിയിട്ട് പകരം സോമന്റെ ഇടിഞ്ഞിലുകൾ. നാടകത്തിന്റെ പേര് സോമന്റെ ഇടിഞ്ഞിലുകൾ. എങ്ങനെയുണ്ട്? അത് ഓക്കെ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഇതിലെന്ന് പറയുന്നത് മുഖ്യ കഥാപാത്രം അച്ഛന്റെ കഥാപാത്രം എന്ന് വെച്ചാൽ സോമൻ. ആ സോമന്റെ കഥാപാത്രം ചെയ്യേണ്ടത് ജയനാണ്. ജയൻ സോമൻ. ജയന്റെ മരിച്ചുപോയ ഭാര്യ അത് രുക്കു. മരിച്ചുപോയ ഭാര്യയുടെ ആത്മാവ് നമ്മൾ അതിൽ കാണിക്കും. അത് രുക്കു. പിന്നെ സോമന് 4 മക്കളുണ്ട്. 4 മക്കൾ, 4 പെൺമക്കൾ. ആ 4 പേരാണ് നിങ്ങൾ. ഈ തറവാടിന്റെ പേരെന്ന് പറഞ്ഞത് ഇടിഞ്ഞിൽ തറവാട്. അല്ല, ഈ ഇടിഞ്ഞിലുകൾ എന്നൊക്കെ പറയുമ്പോ എന്തുവാ? ഇടിഞ്ഞിൽ എന്ന് പറയുമ്പോ നമ്മൾ ഈ കാർത്തികയ്ക്ക് ദീപമൊക്കെ ഇങ്ങനെ കത്തിച്ച് വയ്ക്കൂല്ലേ, ഇങ്ങനെ ചട്ടിയിലുള്ള ഇങ്ങനെ കൂമ്പിരിക്കും ഒരു സാധനം. അതിനാണ് ഇടിഞ്ഞിൽ എന്ന്. പവി ഇത് പിടി. അപ്പൊ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ തറവാടിന്റെ പേരില് ഇയാളുടെ ഈ മക്കളുടെ പേരിലും ഒരു ബന്ധമുണ്ട്. ഇയാളുടെ മൂത്ത മകളുടെ പേരാണ് ഇട്ടോ. ഇട്ടു. രണ്ടാമത്തെ മകളുടെ പേരാണ് ഡിറ്റു. മൂന്നാമത്തെ മകളുടെ പേരാണ് ഞുട്ടു. അവസാനത്തെ മകളുടെ പേരാണ് ലുട്ടു. ഇതെന്ന് വെച്ചാൽ നിങ്ങളാണ് ഈ 4 പേരുടെ. അതിലാണ് ഇടിഞ്ഞിൽ തറവാടെന്ന് പേരിട്ടിരിക്കുന്നത്. അത് കലക്കളിയാ. നല്ലതല്ലേ? ഈ ഞുട്ടു മിട്ടു കുട്ടു എന്നൊക്കെ ഇട്ടാ അതെന്തൊന്ന് പേര് ആശാനെ? എന്റെ കൊച്ചി, അതല്ലേ ഞാൻ പറഞ്ഞത്. ആ പേര് വെച്ചിട്ടാണ് തറവാടിന് പേരിട്ടിരിക്കുന്നത്. ഇടിഞ്ഞിൽ. ഇട്ടു, ഡിട്ടു, ഞുട്ടു, ലൊട്ടു, ഇടിഞ്ഞിൽ. അപ്പൊ ഇതില് അവസാനത്തെ പുത്രിയുടെ വേഷം ഈ കുട്ടി ചെയ്യട്ടെ, ലുട്ടു. ഈ ലുട്ടുവിന്റെ ഈ 3-4 പെൺപിള്ളേരുടെയും ഒരേ ഒരു മുറച്ചെറുക്കനാണ് നമ്മുടെ പവി ചെയ്യുന്ന ഹീറോ ക്യാരക്ടർ.
അപ്പൊ ഈ ലുട്ടുവിനെ പ്രണയിക്കുന്ന ആളാണ് പവി. പവിയുടെ പേരാണ് ശശി. ശശി ലവ് ലുട്ടു. കൊള്ളാം, ചേരും. ചേരും അല്ലേ? നല്ലല്ലേ? അല്ല ഇത് ഇത്ര ലുക്കുള്ള എനിക്ക് വേറെ നല്ല പേര് പറഞ്ഞു. എന്റെ കഥാപാത്രത്തിൽ കയറി കൈ വയ്ക്കരുത്, മനസ്സിലായല്ലോ? ശശി എന്ന് പറഞ്ഞാൽ എന്താടാ കുഴപ്പം? അല്ല അതാണ് യവന് പറ്റിയ പേര് അതാണ്. നീ സോമൻ. സോമൻ ശശി ഉണ്ടായിരുന്നത് മതി. കറക്റ്റ് അല്ലേ? അപ്പൊ പവികാന്തൻ അതിലുള്ള സ്ക്രിപ്റ്റ് പിച്ച് വാരി എല്ലാവർക്കും കൊടു. നിങ്ങൾ എല്ലാവരും പോയിരുന്ന് കുത്തിയിരുന്ന് നിങ്ങളുടെ കഥാപാത്രത്തിന്റെ പേര് മനസ്സിലായല്ലോ. അപ്പൊ മൂത്ത മകളെന്ന് പറയുന്നത് ഈ കുട്ടിയാണ് ഡിട്ടു. ഡിട്ടുവിന്റെ ഇത് പഠിക്കണം. ഇത് രണ്ടാമത്തെ മോളെന്ന് പറയുന്നത് ഡിട്ടു. അത് ഞുട്ടു, ഇത് ലുട്ടു. ഞുട്ടു ആര്? കൊടു. ഞുട്ടു ലുട്ടു കേട്ട് കൊടു. എല്ലാവരും പോയിരുന്ന് പഠിച്ചിട്ട് നമുക്ക് റിഹേഴ്സൽ നോക്കാം. പിന്നെ ശബ്ദം മാറ്റി സംസാരിച്ച് തൊണ്ട കീറി കുറച്ച് വെള്ളമോ ചായയോ ഡ്രിങ്ക്സോ ഒക്കെ തന്നു കഴിഞ്ഞാൽ സന്തോഷം. ചാരുമോളെ ആശാനെ കുറച്ച് വെള്ളം എടുത്തിട്ടോ. എടാ പിന്നെ അവിടെ നമ്മൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറെ സാധനങ്ങൾ വേണം. എണ്ണ വേണം, തോർത്ത് വേണം, സോപ്പ് വേണം, അങ്ങനെ കുറെ സാധനം. അതെല്ലാം നമുക്ക് റെഡിയാക്കാം. അതൊക്കെ അവിടെ എഴുതി തന്നാ എന്തൊക്കെ വേണോന്നുള്ളത് എഴുതി തന്നാ മതി. സോമൻ വായിച്ച് പടി. സോമ എല്ലാരും വായിച്ച് പടി, നല്ലപോലെ പടി. എനിക്കോ? ആത്മാവിന് പാട്ടേ ഉള്ളൂ. ആത്മാവ് ഡയലോഗ് പറഞ്ഞാൽ പുറത്ത് കേൾക്കില്ല. അത് ലോജിക്കലി അല്ല അത് മതി. ചാരുവിടെ പോയി. അതെ. വെള്ളം എടുക്കാൻ പോയി. ഡാൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ദാഹം, ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. കുടിച്ചിട്ട് വരും, പെട്ടെന്ന് വരും. നമുക്ക് പണിയിലോട്ട് കിടക്കണം. 2000 രൂപ തന്ന് 500 രൂപ നിനക്കുള്ളതാണ് അതിൽ. പെട്ടെന്നോ വായിച്ച പടി വെച്ചാ അങ്ങോട്ട്. സഹായിക്കണം. വേണ്ടടാ, വെള്ളം നിറയ്ക്കാനല്ലേ ഉള്ളൂ. ദേഷ്യമാണ് എൻ്റെ അടുത്ത്. എന്തിന്? അല്ല, ഞാൻ അവന്തിയുടെ നായകനാകുന്നതിൽ നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് ചോദിച്ചതാ. അതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഉണ്ടാവുമല്ലോ പൊസീവ്നെസ്. ഈ പ്രേമിക്കുന്നവർ തമ്മിലുള്ള പൊസീവ്നെസ് ഉണ്ടാവും, സ്വാഭാവികം. അത് പ്രേമിക്കുന്നവർ തമ്മിൽ. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സാ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ നല്ല ഫ്രണ്ട്സാന്നുള്ളത്. എപ്പോൾ പറഞ്ഞു? ഞാൻ നിന്നെ നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ആളെ വിളിച്ചു വരുത്തി ഇലയം പിരിച്ചിട്ട് അവസാനം സദ്യ ഇല്ലെന്നാ? എന്തൊരു പരിപാടി ഇത്? അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പായസത്തിൽ വിഷം കുലിക്കും, ഞാൻ അങ്ങ് ചാവും. എൻ്റെ പൊന്നെ, നിന്റെ നല്ല ലൈഫ് എന്തിനാടാ കൊണ്ട് നശിപ്പിക്കുന്നത്? എൻ്റെ ലൈഫ് നീ കൂടെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് വെറും വേസ്റ്റാണ്. നീ ഇപ്പം ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒന്നും കൂടി നോക്കിയാണ്, ഞാൻ നിന്റെ പേര് ഇവിടെ ടാറ്റു അടിക്കും. എന്തിന് ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത്? അല്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒറിജിനലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഒരിക്കലും പറ്റുവിക്കില്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. ഞാൻ നിന്നെ നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എടാ, എനിക്ക് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ലെന്ന്. നീ അങ്ങനെ കണ്ടാ മതി. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റില്ല. എന്നാ പിന്നെ നീ എന്നെ നല്ലൊരു പരിചയക്കാരിയായി കണ്ടോ? അങ്ങനെ കാണാൻ പറ്റില്ല. അതെന്താ? എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പരിചയക്കാരുണ്ട്, കാണാൻ പറ്റില്ല. ആകെയുള്ള വേക്കൻസി എന്ന് പറയുന്നത് എൻ്റെ വൈഫ് തന്നെ വേക്കൻസിയാണ്. നീ ഏറ്റെടുത്ത് പറ്റത്തുള്ളൂ പ്ലീസ്. അതെന്തായാലും തൽക്കാലം എനിക്ക് താല്പര്യമില്ല ഭാവി. എന്ത് സംസാരം ഇവിടെ? അന്ന് നിനക്ക് താല്പര്യമില്ലാത്തത്? എനിക്ക് താല്പര്യമില്ല. ഉറപ്പാണോ? നീ എന്തു ചെയ്യുന്നേ? ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. എന്തുത്തരം പറയാൻ? എന്നെ നിനക്ക് ഇഷ്ടമാണോ? എനിക്കിപ്പോ പറ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ഇഷ്ടമില്ല. പിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടുള്ള ഇഷ്ടം തന്നെ ഉള്ളൂ. ഏത് ഫ്രണ്ടായിട്ടുള്ള ഇഷ്ടം? നീ വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞു വന്നിട്ട് കുറച്ചു നേരം ആയല്ല, ഇതുവരെ കുടിച്ച് തീർന്നില്ലേ? വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഡയലോഗിൽ ഒരു സംശയം ചോദിച്ചാൽ അപ്പോൾ അത് തീർത്തോണ്ടിരുന്നു ഇല്ലേ? ആണോ? എന്നാ എനിക്ക് ഡയലോഗ് കുറച്ച് സംശയമുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞതാ. എൻ്റെ ഇങ്ങോട്ട് വലിഞ്ഞേറി. എന്തോന്ന്? ഒന്നുമില്ല, നിങ്ങളുടെ ആദ്യത്തെ ഡയലോഗ് ഞാൻ പറഞ്ഞത്. മറ്റേ ഇതില്ലേ, നിനക്കെന്താണ് ഈ വീട്ടിൽ കാര്യം എന്നുള്ളത് ഡയലോഗ്. അതെനിക്കറിയാം. രണ്ടാമത്തെ ഡയലോഗ് എന്തോന്നു? രണ്ടാമത്തെ ഡയലോഗ് സ്ക്രിപ്റ്റിൽ തന്നിട്ടില്ലേ തന്നെ? എനിക്ക് കണ്ണ് പിടിക്കണില്ല. കണ്ണ് പിടിക്കൂല, ആവശ്യമുള്ള അടുത്തൊന്നും കണ്ണ് പിടിക്കൂല. നിങ്ങളുടെ എന്താണ് വേണ്ടത് ഇപ്പം? അല്ല, നീല് പറഞ്ഞ ഡയലോഗ് പറഞ്ഞുതരാം. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. വാ മോളൊരു കാര്യം ചെയ്യും, ഈ വെള്ളം എടുത്ത് അവൾ കൊണ്ട് കൊടുക്കും. മോളെ മറ്റേ കാര്യം ഞാൻ പറഞ്ഞത്. മോളാ? നീ ആരാടാ മോളെ വിളിക്കുന്നത്? അണ്ണാ സ്ക്രിപ്റ്റിൽ മറ്റേ കാര്യം പറഞ്ഞുതരാന്ന്. വാ. ഒന്നുമില്ല, വാ. സ്ക്രിപ്റ്റ് എവിടെ കൊണ്ടുവന്നില്ലേ? ഇല്ല. എന്നാ വാ.
എൻ്റെ ദൈവമേ, എന്ത് വിധിയാണിത്? എൻ്റെ ഇലഞ്ഞിക്കൽ തറവാടിന്, സോറി, ഇടിഞ്ഞിക്കൽ തറവാടിന് എന്തു പറ്റി? എനിക്ക് 4 മക്കളെ തന്നിട്ട് നീ എന്റെ സൗദാമിനെ എന്തിനു വിളിച്ചു? എന്തിനാണ് ഈ ക്രൂരത എന്നോട് കാണിച്ചത്? മോളെ, ത്രിസന്ധ്യാ സമയത്ത് നീ എവിടെ പോയിട്ട് വരുന്നു? അച്ഛാ, എനിക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ സ്പെഷ്യൽ ക്ലാസ് എനിക്കറിയാൻ മതി. ഒരുമിട്ടവളെ തൊട്ടു പോവരുതവളെ. ആരാടാ അത്? നിനക്കെന്താടാ ഈ ഇടിഞ്ഞിക്കൽ തറവാട്ടിൽ കാര്യം? എന്റെ പെണ്ണിനെ തൊട്ടു പോകരുത്, നിങ്ങൾ വിവരം അറിയും. എന്ത് വിവരം അറിയാന്നുള്ള വിവരദോഷേ? ഞാൻ എന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇടാ, അവൾ നിന്റെ പെണ്ണിന് മുമ്പ് എന്റെ മകളാണ്. ആയിക്കോട്ടെ, അതിനെന്താണ് ഇവിടെ പ്രസക്തി? ഇപ്പോൾ അവൾ എന്റെ പെണ്ണാണ്. അമ്മാവാ. ആര് പറഞ്ഞു? വിളിക്കരുത്. എന്ത്? അമ്മാവരെന്നുള്ള പേര് നീ വിളിക്കരുത്. പിന്നെ ഞാൻ നിങ്ങൾ എന്ത് വിളിക്കണം? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. മിസ്റ്റർ സോമൻ, നിങ്ങളുടെ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണം. നിന്നെ പോലെ ഒരു ധിക്കാരിയെ എനിക്കിഷ്ടമല്ല. കടക്ക് പുറത്ത്. സാധ്യമല്ല. അതെ, ഞാൻ ധിക്കാരിയാണ്. മോളെ ലുട്ടു, വാടി, നമുക്ക് വല്ല മൂന്നാറിലെ വാഗമണ പോയി ഓയോ റൂമെടുത്ത് താമസിക്കാം. അതാണ് ശശിയേട്ടൻ നമുക്ക് നല്ലത്. അവിടെ മുന്തിരി വളികൾ തളർന്നു കിടക്കുന്ന വീട്ടിൽ നമുക്ക് പാർക്കാം. അച്ഛാ, കണ്ടില്ലേ നീ? അച്ഛാ, ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താണ് ചേച്ചി അങ്ങനെ? ഇവളെക്കാൾ മുന്നേ കല്യാണ പ്രായം തയ്യാറ് നിൽക്കുന്ന ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, എന്റെയും കൂടിയാ എന്റെ പൊന്നച്ഛാ. ഇവരെക്കാൾ മൂത്ത ഞാൻ ഇവിടെ കെട്ടാച്ചരക്കായി നിൽക്കുമ്പോൾ ഇവളമാരെങ്ങനെ കെട്ടും? അച്ഛാ, അയ്യോ, ഇവളുമാരെയൊക്കെ കെട്ടിച്ച് വിട്ടിട്ട് ഇനി എന്നാണ് അച്ഛാ എന്റെ കല്യാണം? പറയൂ അച്ഛാ. ഒരുമിച്ച് പറയൂ അച്ഛാ, പറയൂ. ഈശ്വര, ഇല്ലിക്കൽ തറവാടിന് എന്ത് വിധിയാണത്? സൗദാമിനി, നീ കേട്ടില്ലേ നമ്മളുടെ പിള്ളേരുടെ കരച്ചിൽ? ഇതിനൊരു ഉത്തരം തരൂ, ഉത്തരം തരൂ, ഉത്തരം തരൂ. മന്നവനേ അഴലാമ കണ്ണീരേ വിടലാമ ഉന്നുയിരായി നാനിരുക്ക എന്നുയിരായി നീരുക്ക മന്നവാ മന്നവാ മന്നവാ. അമ്മാവാ, നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കലക്കി മകളെ, കലക്കി ബാക്കി തട്ടി കാണാം. തട്ടവിടെ തട്ടവിടെയാടാ ചെയ്യാ പറയപ്പോലെ. ഡേ, തട്ടവിടെ നാടകം കളിക്കട്ടെ. തട്ടവിടെ അമ്മ ഇവിടെ വരാനാ പറഞ്ഞേ. ഇത് തട്ട് ദോശ തിന്നാനാ? തട്ട് ദോശ തിന്നാ തട്ടുകട അല്ല ചോദിച്ചത്. സ്റ്റേജ് എവിടെ? ഒരു മിനിറ്റാണ്. നിന്റെ അമ്മാനോടി. അയ്യോ, അമ്മാവൻ ഫോണൊന്നും ഇല്ല. ആ ഫസ്റ്റ് അച്ഛാ, നമ്മൾ ഒരുങ്ങിക്കെട്ടി വന്ന് വെറുതെ ആവോ അച്ഛാ? ഇല്ല മോളെ, അങ്ങനെ പറയരുത്. നമ്മൾ നാടകം ആവശ്യമില്ലാത്ത ഡയലോഗ് കാറ്റല്ലേ ഇതില്. അങ്ങനെ ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ചോദിച്ചൊരു അതൊന്നും ഇവിടെ കുത്തി കാറ്റണ്ട. നീ ആദ്യം സ്റ്റേജ് കണ്ടുപിടിക്കും. പറയൂ. സ്റ്റേജ് എവിടെ? സ്റ്റേജ് എവിടെയാണ് നമ്മൾ നാടകം കളിക്കുന്നത്? ആ, ഇത് തന്നെ അമ്പലം. ഈ അമ്പലം എന്ന് പറഞ്ഞ് കുറച്ച് ലൈറ്റ് ഇട്ടാ. ആളും പേരൊന്നും ഇല്ലല്ലോ. എവിടെ സെറ്റെങ്കിലും വേണ്ടേ? ഒരു കാട്ടിന്റെ ഇടയിൽ കൊണ്ട് നിർത്തിയിട്ട് എന്താണ് ചെയ്യാൻ നിന്റെ ഉദ്ദേശം? എന്തോ എന്റെ അടുത്ത് ചോദിച്ചാ എവളല്ലേ പറഞ്ഞത്? ഇവളെ പിള്ളേരെയും കൊണ്ടുവന്നത് വെറുതെ ആവുന്നു. എടി ആരെങ്കിലും ഒരുത്താൻ വരണം. അവന്റെ ചോദി അനിയ ചോദി. ഓഹോ, നിങ്ങളാണല്ലേ നാടകം കളിക്കാൻ വന്നത്? അതെ, നമസ്കാരം. എൻ്റെ പേര് സോമൻ. ഞങ്ങളുടെ 9ാമത്തെ നാടകം രുക്മിണി തിയേറ്റേഴ്സിന്റെ 9ാമത് നാടകമായ ഇടിഞ്ഞിലുകളുടെ നമ്മൾ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാം. മോളെ, ലിട്ടുമോൾ, ഇട്ടുമോൾ, ലുട്ടുമോൾ.
അതെ നില്ല്, നീ കാര്യം ചോദിച്ചാ ഒരു മിനിറ്റ്. ഇത് ഞങ്ങളുടെ സംവിധായകൻ ഫ്രാൻസിസ് മാവേലിക്കര. മോനെ പരിചയപ്പെടും. ശശി ഒറിജിനൽ പേര് പറയടാ, പവികാന്ത. നീ കാര്യം ചോദിച്ചടാ. പവികാന്തൻ. മോനെ സ്റ്റേജ് എവിടെയാണ്? ആ വേദി ഞങ്ങൾ കളിക്കേണ്ട സ്റ്റേജ് എവിടെയാണ്? എന്തോന്നിന്? നാടകം. നാടകവും ഇല്ല, ഒരു സ്റ്റേജും ഇല്ല ഇവിടെ. അത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? എന്തിനു നിങ്ങൾ നാടകം കളിക്കണത്? ഡേയ്, വിളിച്ചു വരുത്തി മുണ്ടുപൊക്കി കാണിക്കുന്ന പരിപാടി ഇവിടെ വേണ്ട. നീ വിളിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ആരും മുണ്ടുപൊക്കി കാണിച്ചത്? നീ പാൻ്റ് ആയിരിക്കും ഇട്ടിരിക്കുന്ന, പക്ഷെ നിന്റെ വായിൽ നീ മുണ്ടും കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. നീ എവിടെ നാടകം കളിക്കണമെന്നോ? ഇവിടെ നാടകവും ഇല്ല, സ്റ്റേജും ഇല്ല. അതങ്ങനെ ശരിയാവും? എന്തോ ശരിയാവൂല. രുക്മിണി തിയേറ്റേഴ്സ് 9ാമത് നാടകമാണിത്. നീ 9 കൊണ്ട് നടക്കല്ലേ, നീ കാര്യം പറയടാ. ഒരു നിന്റെ കുടുംബക്കാരനാണോ? അല്ലല്ലേ, ഇടി നീ എന്റെ അമ്മാവനോളി. എവിടെ അമ്മാവനോളി? ഈ കുടുംബത്തിലുള്ളതാണ്. അത് എന്റെ അമ്മാവനാണ്. അമ്മാവന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതൊക്കെ അവർക്ക് അറിയാം. എന്തോന്നറിയാം? പറഞ്ഞോ. അല്ല രുക്മിണി, ഇത് നിന്റെ അമ്മാവനല്ലേ ആള്? എന്റെ വകയിലെ അമ്മാവനാ. അമ്മാവനെ 2 മാസമായിട്ട് തലയ്ക്ക് സുഖമില്ല. തലയ്ക്ക് സുഖമല്ലേ? നിന്നെ കൊല്ലും ഞാൻ. തലയ്ക്ക് സുഖമില്ല. വീട്ടിൽ നിന്ന് 5000 അടിച്ചോണ്ടാണ് നിങ്ങൾക്ക് കൊണ്ട് അഡ്വാൻസ് തന്നത്. അത് വാങ്ങിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ പറയാം. നീ ആരാണ്? ഓഹോ, ഇപ്പൊ ഇത്രയും നേരമായിട്ട് എന്നെ നിനക്കൊക്കെ മനസ്സിലായില്ല. നീ ആര്? ഷാറൂഖ് ഖാനാ? ഞാൻ മാന്യ മര്യാദയ്ക്ക് ജീവിക്കുകയാണ്. എന്നെ വൃത്തികെട്ടാനാക്കല്ലേ. മര്യാദയ്ക്ക് പൈസ. പൈസ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഒരുപാട് എല്ലാം ചെലവായി. 5000 രൂപ തന്നോളൂ. നമ്മളത് ഇതൊക്കെ വാങ്ങിച്ചു. കണക്കല്ല ഞാൻ ചോദിച്ച പൈസ വേണോന്ന്. പൈസ വേണോന്നാണ് ഞാൻ പറഞ്ഞത്. അളിയോ, അളിയോടെ മക്കളെ പെട്ടെന്നാണ് തോന്നണ. പൈസ ഇടറാ. പൈസ എടുക്കാനാ പറഞ്ഞത്.